സൗമ്യ കേസ് കേരള ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും ബാധിച്ച അഭിഭാഷകൻ സുരേഷിനെയും സംസ്ഥാന സർക്കാർ ദില്ലിയിലെത്തിച്ചു. കേസിന്റെ വിശദാംശങ്ങൾ സുരേഷൻ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന മുതിർന്ന അഭിഭാഷകനുമായും ചർച്ച ചെയ്തു. തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നതിൽ പ്രതീക്ഷയുണ്ടെന്ന് സുരേഷൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. സൗമ്യ കേസിൽ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു അഡ്വക്കേറ്റ് സുരേഷൻ. സുപ്രീം കോടതിയിൽ കേസിന്റെ വാദം ആരംഭിച്ചപ്പോൾ സുരേഷിനെ കൂടി സഹായത്തിനായി സുപ്രീം കോടതിയിലെ സർക്കാർ അഭിഭാഷകർ ബന്ധപ്പെട്ടിരുന്നു. ഇത്തവണ സർക്കാർ സുരേഷിനെ നേരിട്ട് ദില്ലിയിലെത്തിച്ചു. കേസ് വാദിക്കുന്ന മുതിർന്ന അഭിഭാഷകനുമായി വിശദാംശങ്ങൾ സുരേഷൻ പങ്കുവച്ചു. തുറന്ന കോടതിയിൽ വീണ്ടും വാദം കേൾക്കുന്നത് പ്രതീക്ഷ നൽകുന്നതായി സുരേഷൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. തെളിവുകൾ ധാരാളമാണെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ. അപ്പോൾ അത് കോടതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കുന്നു. നമ്മൾ സുപ്രീം കോടതിയിലെ കാര്യം പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. മരണകാരണമായേക്കാവുന്ന മുറിവ് ഗോവിന്ദസ്വാമി വരുത്തിയിട്ടുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ വിധിപ്പകർപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പം ഈ നിലവിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഈ ഹൈക്കോടതിയൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നില്ല. അന്ന് എന്ത് വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്? അന്ന് നമ്മൾ പരിക്കിന്റെ കാഠിന്യം, ഇയാളുടെ ഉദ്ദേശം, ഇയാൾ മരണകാരനുള്ള അറിവ്, ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് പോകുന്ന ഒരു എഫക്റ്റാണത്. കുറച്ച് മാറ്റി നിർത്താൻ പറ്റില്ല, നമുക്ക് എല്ലാം ഒരുമിച്ച് പറ്റുള്ളൂ. ഇതിൽ സുരേഷിന്റെ സഹായം കൂടി ലഭ്യമാക്കണമെന്ന് സൗമ്യയുടെ അമ്മയും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എജിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ന്യൂസ് ബ്യൂറോ, ദില്ലി.